ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആലയത്തിൽ വീണ്ടും സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഒരുക്കിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഹൈന്ദവരായിരുന്നു. 13 വർഷം കൊണ്ട് ഞങ്ങൾ ഈ ആരാധനയിൽ കടന്നു വരുന്നു. അന്ന് മുതൽ നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒത്തിരി നല്ല അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാക്ഷിയായി നിൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ 16 വർഷക്കാലം ഞാൻ തൈറോയ്ഡ് രോഗത്താൽ ഭാരപ്പെടുകയായിരുന്നു. ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ തൈറോയിഡിൻ്റെ ഭാരം അനുഭവപ്പെട്ടത്. അന്ന് മുതൽ ഞാൻ ഇലക്ട്രോക്സിൻ്റെ ഗുളിക കഴിച്ചു വരികയാണ്. ഇതിനിടയിൽ എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മാസം എനിക്ക് ഭയങ്കരമായ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ആഹാരം കഴിച്ചിറക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു. ഞാൻ ENT ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ ഞാൻ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തൈറോയ്ഡ് ഒരു പരിധി വരെ കഴിഞ്ഞാൽ അത് ക്യാൻസറായി മാറും. നിങ്ങൾ എന്തായാലും ഒരു വിദഗ്ധ ചികിത്സ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാനത് കേട്ട് വിറങ്ങലോടെ സിസ്റ്ററെ രാത്രി ഫോണിലൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ രോഗം ഇതാ പൂർണ്ണമായി തന്നെ മാറിയിരിക്കുകയാണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വന്ന് സാക്ഷ്യം പറയുവാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ ടെസ്റ്റിന് പോയപ്പോൾ തൈറോയിഡിൻ്റെ ഒരു കണിക പോലും എൻ്റെ ശരീരത്തിൽ ഇല്ല. ഇനി മരുന്ന് കഴിക്കേണ്ട, ഇപ്പോൾ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വരും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് ഞങ്ങളുടെ ഭവനത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെക്കുറിച്ചാണ്. ഞങ്ങളുടെ വീട് വെച്ചിട്ട് 15 വർഷമായി. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ലഭിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വസ്തുവിൻ്റെ ഉടമസ്ഥൻ ഞങ്ങൾക്ക് സമ്മതപത്രം ഒപ്പിട്ട് തരണമായിരുന്നു. എന്നാൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സമ്മതപത്രം ഒപ്പിട്ട് തരില്ലെന്നാണ് വെല്ലുവിളിയോടെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഞങ്ങൾ മനോവിഷമയത്തോടുകൂടി ഞങ്ങളുടെ സഭയിലെ അച്ഛനും ഞങ്ങളുടെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും പലരും 15 വർഷം കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു. എന്നാൽ അദ്ദേഹം വെല്ലുവിളിയോടെയാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് കൺസെൻറ്റ് ഒപ്പിട്ട് തരില്ലെന്ന്. ഞങ്ങൾ മനോവിഷമയത്തോടുകൂടി ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് കറണ്ട് ലഭിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം 15 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കൺസെൻറ്റ് ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് കൺസെൻറ്റ് ഒപ്പിട്ട് തന്നു. ആ മാസം തന്നെ അവസാനം ഞങ്ങൾക്ക് കറണ്ട് ലഭിക്കുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്ന് വിരമിച്ചു വിടുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു രോഗമുണ്ടായി. രോഗം എന്തെന്നറിയാൻ സാധിക്കാതെ ഞാൻ പല ആശുപത്രികളിലും, പല ഹൈടെക് ആശുപത്രികളിലും കൊണ്ടുപോയി. എന്നാൽ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. മാത്രവുമല്ല, പല ക്ഷേത്രങ്ങളിലും പള്ളികളിലും പള്ളിപ്പുരകളിലും ആഴ്ചകളോളം തങ്ങിക്കിടന്ന് ആരാധന നടത്തുകയുണ്ടായി. എന്നാൽ ഒരു രോഗം കൂടിയതല്ലാതെ ഒരു സൗഖ്യവും കിട്ടിയില്ല. അങ്ങനെ ഏകദേശം 38 ദിവസം വരെയായി. അവസാനം മരിച്ചു പോകും എന്നുള്ള ഘട്ടം വരെയായി. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടുത്തെ ആരാധനയിൽ, ഞാൻ ഒരു സെക്കൻഡ് സൈഡ് ആരാധനയിൽ ഇവിടെ കൊണ്ടുവന്നു. 2-4 പേരുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒന്ന് എണീറ്റിരിക്കണമെങ്കിൽ 2-4 പേരുടെ സഹായം വേണം. സിസ്റ്ററുടെ ആരാധന കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ആരുടെയും സഹായമില്ലാതെ എണീറ്റിരുന്നു. ബ്രദറിന്റെ ആരാധന കഴിഞ്ഞപ്പോൾ പരിപൂർണ സൗഖ്യം എൻ്റെ ഭാര്യയ്ക്ക് കിട്ടി. യഥാർത്ഥ ദൈവസന്നിധിയിൽ എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പരിപൂർണ സൗഖ്യം തന്ന എൻ്റെ യേശുവപ്പന് കോടാനുകോടി സ്തുതിയും സ്തോത്രവും പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട ബ്രദറിനും സിസ്റ്ററിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഒരു ഹിന്ദുമത കുടുംബത്തിൽപ്പെട്ട അവസാനത്തെ അംഗമാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൊച്ചുനാൾ തൊട്ടേ കുടുംബ കോവിലിൽ കൊടുതിയും പൂജയും നടത്തി വരികയായിരുന്നു. എൻ്റെ ഒരനുജത്തെ 6 വയസ്സുള്ളപ്പോൾ ന്യൂമോണിയ വന്ന് മരിച്ചു. ഒരനുജത്തെ തൂങ്ങി മരിച്ചു. അമ്മ, ഏക സഹോദരൻ, അച്ഛൻ ആക്സിഡൻറ്റുകളിൽപ്പെട്ട് മരണമടഞ്ഞു. ഇതെല്ലാം കണ്ട് ഞാൻ ഒരു മാനസിക രോഗിയായി മാറി. 20 വർഷം കൊണ്ട് മാനസിക രോഗിയായിരുന്നു. ഞാൻ എൻ്റെ ഭവനത്തിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ സ്വയബോധം നഷ്ടപ്പെട്ടവളായി ജീവിച്ചു. അപ്പോഴപ്പോഴായി സുഖമില്ലാതാകുമ്പോൾ നാട്ടുകാർ എൻ്റെ കൈയും കാലും കെട്ടി മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടുമായിരുന്നു.
അങ്ങനെയിരിക്കെ ഇവിടുത്തെ ആരാധനയിൽ പങ്കെടുത്തിരുന്ന 2 സഹോദരന്മാർ അതുവഴി പോയപ്പോൾ നാട്ടുകാരിൽ ആരോ ഒരാളിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു. ആ സഹോദരന്മാർ എൻ്റെ വീട്ടിൽ വന്നു. 3 വർഷം കൊണ്ട് 1 മാസത്തേക്കുള്ള അരിയും പലചരവും കൊണ്ടുവന്ന് തന്നു. കൂടാതെ ഇവിടുത്തെ ബ്രദറിനെയും സിസ്റ്ററിനെയും കണ്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്നും പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാ സെക്കൻഡ് സാറ്റർഡേ ആരാധനയിലും ഞാൻ പങ്കെടുത്തു. ആദ്യത്തെ സെക്കൻഡ് സാറ്റർഡേയിൽ ബ്രദറെ സിസ്റ്ററും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അടുത്ത് ചെന്നു. സിസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ യേശു കർത്താവ് എനിക്ക് പൂർണ്ണമായി വിടുതൽ തന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച യേശു കർത്താവിനെ ഞാൻ കോടാനുകോടി സ്തുതി പറയുന്നു. എല്ലാവരും കരം തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കൂടാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും എന്നെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സഹോദരന്മാർക്ക് വേണ്ടിയും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ കൃപയാൽ യേശു ക്രിസ്തു അടിയങ്ങൾക്ക് ഇവിടെ സാക്ഷി പറയാൻ അവസരമൊരുക്കി തന്ന യേശുവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ പറ്റിയാണ്. ഞാൻ 2001 ആദ്യമുള്ള സെക്കൻഡ് 2001 ഫെബ്രുവരി മാസമുള്ള സെക്കൻഡ് സെറ്റ് ആരാധനയിൽ ആദ്യമായിട്ട് ഇവിടെ പങ്കെടുത്ത്. അന്ന് ഞാൻ ഒരു ജോലി സ്ഥാപനത്തിൽ ഒരു കടയിൽ കൂലിക്കായിട്ട് ജോലി നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ടായി. ദൈവമേ, ഈ ആരാധനയിൽ എല്ലാ ആരാധനയിൽ പങ്കെടുക്കാനുള്ള ഒരു കൃപ ചെയ്യണമെന്ന്. എന്നാൽ എൻ്റെ ദൈവം ഈ വ്യാഴാഴ്ച ആരാധനയിലും എൻ്റെ ദൈവം എന്നെ അതിഭയങ്കരമായിട്ട് സഹായിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കടയിൽ ഈ പച്ചക്കറി കടയാണ്. അപ്പോൾ എൻ്റെ ദൈവം ഈ ആരാധനയ്ക്ക് വരുവാൻ വേണ്ടി എനിക്ക് ഒരു സാധനമില്ലാതെ, ബാലൻസ് ഇല്ലാതെ എൻ്റെ സാധനങ്ങളെല്ലാം തീർത്ത് എന്നെ ഈ ആരാധനയിൽ കൊണ്ടെത്തിക്കുമായിരുന്നു. എൻ്റെ ദൈവം എന്നെ അങ്ങനെ അതിഭയങ്കരമായിട്ട് സഹായിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് ഇത്രയും നന്മകൾ ചെയ്ത പിറകു കൂടെ എൻ്റെ കടയിൽ എൻ്റെ മുതലാളി അന്ന് അവസാനം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, നീ ഈ വ്യാഴാഴ്ച ഇങ്ങനെ ആരാധനയിൽ പോവുകയാണെങ്കിൽ എൻ്റെ കടയിൽ നിൽക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ ഒരു ഞായറാഴ്ച മുറയായിരുന്നു. അന്ന് ഇവിടെ കർത്താവിൻ്റെ ദാസി വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അന്ന് കർത്താവിൻ്റെ ദാസി ആദ്യമായിട്ട് തന്നെ ഇപ്രകാരം ഒരു വചനം എടുത്ത് എബ്രേയർ 6-ാം അധ്യായം അതിന്റെ 14-ാമത് വചനം കർത്താവിന്റെ ദാസി എടുത്ത് അന്ന് കർത്താവിന്റെ ദാസി പറഞ്ഞു, ഈ വചനത്തിന് അടിസ്ഥാനത്തിൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസി അന്ന് ആ വചനത്തിന് അടിസ്ഥാനം വച്ച് തന്നെ മൊത്തമായി പ്രസംഗിച്ചുകൊണ്ട് നിന്നു. കർത്താവിന്റെ ദാസി പ്രസംഗത്തിന് മധ്യയിൽ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസിയെ കർത്താവ് പരിശുദ്ധാത്മാവാൽ നിറച്ചു. കർത്താവിന്റെ ദാസി അനേകരുടെ പേർ വിളിച്ചു പറഞ്ഞു. അതിൽ എന്റെ പേർ കൂടെ വിളിച്ചു പറഞ്ഞു, വിജയരാഘവൻ, 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 നിങ്ങളെ ഇതാ കർത്താവ് തൊടുന്നു, നിങ്ങളെ ഇതാ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നു എന്ന് കർത്താവിന്റെ ദാസി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞു. അത്ഭുതം ഒന്ന് ഞാൻ പറയട്ടെ. സാധാരണമായിട്ട് ഞാൻ ഈ ആരാധന കഴിഞ്ഞ് പോകുന്നത് എൻ്റെ ഭവനത്തിലായിരിക്കും. അന്ന് എൻ്റെ ദൈവം എന്നെ എൻ്റെ ജോലി സ്ഥാപനത്തിൽ കൊണ്ടെത്തിച്ചു. ഞാൻ എൻ്റെ ജോലി സ്ഥാപനത്തിൽ പോകുമ്പോൾ ഒരു വലിയവനായ ഒരു മനുഷ്യൻ ആ സ്ഥലത്തിൽ ഒരു കോടീശ്വരനും ഒരു നേതാവുമായ ഒരു മനുഷ്യൻ എന്നെ കാണാൻ ഇടയായി. ആ മനുഷ്യൻ ഞാൻ ഒരു 3 വർഷത്തിന് മുമ്പേ അവിടെ ജോലി നോക്കിക്കൊണ്ടിരുന്നു. അതിനു മുമ്പ് അയാൾ എൻ്റെ മുഖത്തിലോ നോക്കിയിട്ടില്ല, ഞാൻ അയാളുടെ മുഖത്തിൽ നോക്കിയിട്ടില്ല. അയാൾ ആരടുത്തും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അന്ന് ആ മനുഷ്യൻ എൻ്റെ റൂമിലോട്ടേക്ക് വന്ന് അയാൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പേരിച്ച്, നിന്റെ പേരെന്ത്, നീ എൻ്റെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കൊരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഇല്ലയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട്, അതിനു വേണ്ടി എനിക്ക് യാതൊരു രൂപയും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വീണ്ടും എൻ്റെ അടുത്ത് സംസാരിച്ച്, എനിക്കൊരു സ്ഥാപനമുണ്ട്, 5 ലക്ഷം രൂപ അഡ്വാൻസ് ചോദിക്കുന്നു, മാസം 10,000 രൂപ വാടക തരാമെന്ന് ആളുകൾ ചോദിക്കുന്നു, അത് ഞാൻ നിനക്ക് തരട്ടെ എന്ന് ചോദിച്ച്. എന്നാൽ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് 1 രൂപയും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ മനുഷ്യൻ എന്നെ വീണ്ടും വിട്ടില്ല. എൻ്റെ അടുത്ത് വീണ്ടും അയാൾ പറഞ്ഞു,
ഇല്ല, നീ എനിക്ക് 1 രൂപ അഡ്വാൻസും തരണ്ട, നീ എന്റെ സ്ഥാപനത്തിൽ ബിസിനസ് ചെയ്തു, ഇപ്രകാരം പറഞ്ഞു. എന്നാൽ ഞാൻ അതിനും സമ്മതിച്ചില്ല. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞ്, ഞാൻ ആരടുത്ത് ഒന്നും പറഞ്ഞില്ല, ഞാൻ എങ്ങനെ ചെയ്യുമെന്ന്. എന്നാൽ വീണ്ടും അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എന്തെല്ലാം ചെയ്തു തരണമോ എല്ലാ സഹകരണവും ഞാൻ ചെയ്തു തരാം, നീ നാളെ രാവിലെ തന്നെ നീ ബിസിനസ് തുടങ്ങിക്കോ, നീ ആരടുത്തും പറയണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അത് സമ്മതിച്ചു. കർത്താവിന്റെ ദാസി പറഞ്ഞു, വിജയരാഘവ വിജയരാഘവ വിജയരാഘവ, ഇന്ന് തന്നെ നിങ്ങൾ അത്ഭുതം കാണുമെന്ന്. അതുപോലെ തന്നെ എന്റെ ദൈവം, അന്ന് തന്നെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്ത് ഇത്രയും വലിയ നന്മ ചെയ്ത എന്റെ യേശുവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞാൻ സാക്ഷി പറയുന്നത് എന്റെ മകൾക്ക് വേണ്ടിയാണ്. എന്റെ ഭാര്യ 7 മാസം ഗർഭമായിരുന്നപ്പോൾ എന്റെ ഭാര്യയ്ക്ക് വയറുവേദന അനുഭവപ്പെട്ട്, വയറുവേദന മുഖാന്തരം നമ്മൾ ഉടൻ തന്നെ അടുത്തുള്ള ആസ്പത്രിയിൽ പോയി ആ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, വയറിൽ ഇരിക്കുന്ന കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ വേറൊരു ഡോക്ടറെ കൂടെ ഉടൻ തന്നെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടറും പറഞ്ഞു, ഈ വയറിലിരിക്കുന്ന കുഞ്ഞ് മരിച്ചു പോയി, നിങ്ങൾ എത്രയും പെട്ടെന്ന് SIT ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ 7 മണിയാവുമ്പോൾ അന്ന് SIT ഹോസ്പിറ്റലിൽ പോയി. ആദ്യം ഡോക്ടർമാർ പരിശോധിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ അമ്മയുടെ വയറിലിരിക്കുന്ന കുഞ്ഞ് മരിച്ചു പോയി, കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് എടുത്ത് കളയാം, അമ്മയെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ പ്രകാരം പറഞ്ഞു ഡോക്ടർ. പ്രകാരം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇത്രയും മരുന്നുകൾ എനിക്ക് വാങ്ങിച്ചു തരണം, ഇത് അബോർഷനുള്ള മരുന്നാണ്, നിങ്ങൾ ഒപ്പിട്ട് തരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ ഞാൻ ഈ മരുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്തും കൊണ്ട് ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒപ്പിട്ടും കൊടുത്തും കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന്, അന്ന് എൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ലായിരുന്നു, ഞാൻ ടെലിഫോൺ ബൂത്തിൽ പോയി പേർഗാളിൽ ടെലിഫോണിൽ പ്രാർത്ഥനയായിട്ട് ആവശ്യപ്പെട്ട് അന്ന് കർത്താവിന്റെ ദാസിയായിരുന്നു ഫോൺ എടുത്തത്. കർത്താവിന്റെ ദാസിയോട് ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞു. കർത്താവിന്റെ ദാസി കർത്താവോട് നിലവിളിച്ച് കരഞ്ഞു. കർത്താവിന്റെ ദാസി ദൈവത്തോട് ചോദിച്ചു, അപ്പാ അങ്ങേ കഴിയാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോ അപ്പാ എന്ന് ചോദിച്ച് ദൈവത്തോട് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പ്രകാരം പറഞ്ഞു, സഹോദര, ഡോക്ടർമാർ മരിച്ചെന്ന് വിധിയെഴുതിയ കുഞ്ഞിനെ കർത്താവ് പുതുജീവൻ കൊടുത്തിരിക്കുന്നു, കർത്താവ് ജീവനുള്ള മകളെ തന്നെ നിങ്ങൾക്ക് തരുമെന്ന് കർത്താവിന്റെ ദാസി എൻ്റെ അടുത്ത് 4 ആലോചന ഇപ്രകാരം പറഞ്ഞു. നിങ്ങളുടെ ഭാര്യയുടെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണ്, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞാണ്, അവൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളായിരിക്കും. അവളെ 7 മാസത്തിലല്ല ജനിപ്പിക്കുന്നത്. എന്റെ ദൈവം പൂർണ്ണമായിട്ട് വളർന്നതിന് ശേഷം 10 മാസം കഴിഞ്ഞതിന്റെ ശേഷം തന്നെ ജനിപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്റെ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളെ ജീവനോടെ തന്നെ തന്നു. ഇന്ന് അനുഗ്രഹമായിട്ട് തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത്രയും വലിയ നന്മ ചെയ്ത എന്റെ യേശുവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞാൻ സാക്ഷി പറയുന്നത് എന്റെ ഈ മകൾക്ക് വേണ്ടി തന്നെ. എന്റെ ഈ മകൾക്ക് ഒരു 3 വർഷത്തിന് മുമ്പ് അടിക്കടി രാത്രി 11-1 മണിക്ക് ഇടയിൽ ഇവൾക്ക് ഒരു ശ്വാസം മുട്ടലും ഒരു ഛർദിയുടെ ഒരു അസുഖവും വരും. നമ്മൾ രാത്രിയിൽ വണ്ടി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ചില ദിവസം ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്യും, ചില ദിവസം നമ്മളെ വീട്ടിൽ പറഞ്ഞു വിടും. ഇങ്ങനെ പതിവായിട്ട് നമ്മൾ ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവളെ ആസ്പത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു നാൾ ഒരു ബുധനാഴ്ചയായിരുന്നു. ഡോക്ടർ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ബുധനാഴ്ച അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ നമ്മളടുത്ത് പറഞ്ഞ് 10 ദിവസമെങ്കിലും നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. ഈ കൊച്ചിന്റെ ഒരുപാട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, 1-2 ടെസ്റ്റ് അല്ല, നിങ്ങൾ 10 ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്തേ മതിയാവുമെന്ന്. എന്നാൽ വ്യാഴാഴ്ച ഒരു 4 മണിയാകുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ദൈവം തന്ന കുഞ്ഞല്ലേ, എന്നാൽ നമുക്ക് ഇന്ന് വ്യാഴാഴ്ച ആരാധന നടക്കുന്നതല്ലേ, നമുക്ക് ആരാധനയിൽ പോയുണ്ട്, നമുക്കിവിടെ ആസ്പത്രിയിൽ വരാമെന്ന് നമ്മൾ പ്രകാരം ഒരു തീരുമാനം എടുത്തുകൊണ്ട് വന്നു. എന്നാൽ അന്നിവിടെ കർത്താവിന്റെ ദാസൻ വചനം പ്രസംഗിച്ചുകൊണ്ട് നിന്ന സമയത്തിൽ കർത്താവിന്റെ ദാസൻ ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന് ഇപ്രകാരം പറഞ്ഞു,
ഡോക്ടറെ കൊണ്ട് പറ്റുകയില്ല, എന്റെ ദൈവത്താൽ ആകുമെന്ന് വിശ്വാസത്തോട് ഡോക്ടറിന്റെ നിർദ്ദേശം മാനിക്കാതെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന കുഞ്ഞിനെ കർത്താവിത ഛർദ്ദീര രോഗത്തിൽ നിന്ന്, ശ്വാസമുട്ടലിന്റെ രോഗത്തിൽ നിന്ന് കർത്താവിത അത്ഭുതം ചെയ്യുന്നു. ഇനി ഈ കുഞ്ഞ് ഛർദ്ദിയോ ശ്വാസമുട്ടലോ കാണുകയില്ല എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കർത്താവ് അന്ന് മകൾ, അതിന്റെ ശേഷം 3 വർഷമായി മകൾക്ക് ഈ അസുഖങ്ങൾ കർത്താവ് കൊടുത്തിട്ടില്ല. അവളെ വീണ്ടും കർത്താവ് ധാരാളം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. എൻ്റെ മകന് പെട്ടെന്നായിട്ട് ഒരു ന്യൂമോണിയ രോഗം ബാധിച്ച് നമ്മൾ 10 ദിവസം വരെ ഡെയിലി ആസ്പത്രിയിൽ കൊണ്ടുപോകും. എന്നാൽ ഡോക്ടർമാர்கள் ന്യൂമോണിയ എന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഒരു നാളാകുമ്പോൾ ഇവന് വളരെ ക്ഷീണമായി പോയി. നമ്മൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവനുടെ കൈകാലൊന്നും ചലിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പറഞ്ഞ് ഇവന്റെ ബ്ലഡിന്റെ കൗണ്ട് വളരെയധികം കുറഞ്ഞു പോയി, എന്ത് പറ്റിയെന്ന്. എന്നാൽ ഡോക്ടർമാர்கள் ഇവൻ ഐസിയിലേക്ക് കയറ്റിയിരുത്തിയെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അന്ന് നെയ്യാറ്റിൻകര പ്രയർ ഹാളിൽ ടെലിഫോണിൽ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട് അന്ന് കർത്താവിന്റെ ദാസി ഫോൺ എടുത്ത് ഈ വിവരം ചോദിച്ചോടെ കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച് എന്റെ ദൈവം അതിൽ നിന്ന് അവനെ പരിപൂർണമായിട്ട് അന്ന് തന്നെ വിടുവിച്ച് ഇത്രയും വലിയ അത്ഭുതം ചെയ്ത എന്റെ യേശുവിന് ഞാൻ 1000 കോടി നന്ദി പറയുന്നു. വീണ്ടും ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ദേശത്തിൽ തന്നെ, നമ്മുടെ പട്ടണത്തിൽ തന്നെ കർത്താവിന്റെ ദാസനും കർത്താവിന്റെ ദാസിക്കും കർത്താവ് അഭിഷേകം കൊടുത്തിരിക്കുന്നത് ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ സാക്ഷിയിൽ ഞാൻ വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. പൈതലിന് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മഞ്ഞപ്പിത്തവും തൈറോയിഡ് രോഗത്താൽ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. ഡോക്ടർമാർ പറഞ്ഞു ഈ പൈതലിനെ അബോർഷനാക്കണം, അതല്ലെങ്കിൽ കിട്ടിയെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ആരോഗ്യമുള്ളൊരു പൈതലിനെ നിങ്ങൾക്ക് ലഭിക്കും, മഞ്ഞപ്പിത്തം നോർമലാകുമെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് ആരോഗ്യമുള്ളൊരു പൈതലിനെ ദൈവം ദാനമായി തന്നു. ഒരു അംഗവൈകല്യം കൂടാതെ തന്നെ ദൈവം എനിക്ക് ദാനമായി തന്നു. എൻ്റെ മഞ്ഞപ്പിത്തം നോർമലായി. പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു പനിയും കാലില് നീരും എല്ലാം ഉണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം പരിശോധനകൾക്ക് ശേഷം പറഞ്ഞു മകൾക്ക് തൈറോയിഡിൻ്റെ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഈ കാലയളവിൽ പ്രഗ്നൻ്റ് ആകാൻ പാടില്ല. പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ അബോർഷൻ ആവുകയോ അല്ലെങ്കിൽ മന്ദബുദ്ധി പോലുള്ള വൈകല്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കുകയോ ചെയ്യാം, അതുകൊണ്ട് പ്രഗ്നൻ്റ് ആകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനോവേദനയുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹവും പരിശോധനകൾ നടത്തി ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾക്ക് കൂടുതൽ ആകാംക്ഷയോടുകൂടി എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റിനെയും പോയി വിദഗ്ധ അഭിപ്രായത്തിനായിട്ട് കണ്ടു. അദ്ദേഹവും പറഞ്ഞത് ഈ കാലയളവിൽ പ്രഗ്നൻ്റ് ആകാൻ പാടില്ല എന്ന് തന്നെയാണ്. ആകയാൽ അബോർഷൻ ആവുകയോ അല്ലെങ്കിൽ വൈകല്യം ഉള്ള കുഞ്ഞിരിക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വേദനയോടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യ ഈ സമയത്ത് ബഹുമാനപ്പെട്ട ആ സിസ്റ്ററിനെ പോയി കണ്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകളുടെ എല്ലാ രോഗങ്ങളും യേശു വിടുവിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഈ സമയത്ത് എൻ്റെ മകൾ വിദേശത്തേക്ക് പോവുകയുണ്ടായി. അത് കഴിഞ്ഞ് ഒരു ദിവസം പോളിയോ ഹോമിലെ ആരാധനാ മധ്യേ ബ്രദർ തലമുറയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു. അതിന് ഞങ്ങളും പങ്കുചേർന്നു. ബ്രദർ അത് ഫെബ്രുവരി 9-ാം തീയതി 2009 ഫെബ്രുവരി 9-ാം തീയതി ആയിരുന്നു. അന്ന് ഞങ്ങളും ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പ്രാർത്ഥന സമയത്ത് നിങ്ങളുടെ മകളോ മകനോ ഏത് അവസ്ഥയിലോ എവിടെയായിരുന്നാലും അവരെ ഇതാ യേശു തൊട്ട് അവർക്ക് തലമുറയെ നൽകുന്നു എന്ന് പറയുകയുണ്ടായി. ആ സമയം എനിക്ക് ഏതോ ഒരു പ്രത്യേകമായ ഒരു അനുഭവം പോലെ ഉണ്ടായി. ഞാൻ പ്രസംഗം കുറിക്കുന്ന ഡയറിയിൽ എൻ്റെ മകളുടെ പേരെഴുതി റൗണ്ട് ചെയ്ത് വയ്ക്കുകയുണ്ടായി. അടുത്ത മാസം കഴിഞ്ഞപ്പോൾ മകള് വിദേശത്ത് നിന്ന് വിളിക്കുകയുണ്ടായി, ഞാൻ പ്രഗ്നൻ്റ് ആണ്, പരിശോധന കഴിഞ്ഞു, തൈറോയിഡിൻ്റെ യാതൊരു വിധമായ പ്രയാസങ്ങളും ഇല്ല എന്ന്
ഡോക്ടർമാർ അറിയിച്ചു എന്ന് പറഞ്ഞു. ഈ സമയം ഞങ്ങൾ സിസ്റ്റർ പറഞ്ഞതുപോലെ അവിടെ തൈറോയ്ഡ് രോഗം എടുത്തു മാറ്റി. തൈറോയ്ഡ് രോഗം ഉണ്ടായിരുന്നാൽ അവൾക്ക് കുഞ്ഞ് അബോർഷൻ ആവുകയോ അല്ലെങ്കിൽ വൈകല്യമുള്ള കുഞ്ഞ് ജനിക്കുകയോ ചെയ്യാം. അതുകൊണ്ട് എൻ്റെ യേശു കർത്താവ് അവളുടെ തൈറോയ്ഡ് രോഗം ആദ്യം എടുത്തു മാറ്റുകയും തുടർന്ന് അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ, യാതൊരു വിധമായ വൈകല്യമില്ലാത്ത ഒരു കുഞ്ഞിനെ ബ്രദർ പറഞ്ഞതുപോലെ പ്രവചനത്തിൻ്റെ ഫലമായിട്ട് അതുപോലെ ലഭിക്കുകയും ചെയ്തു. ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് ഇന്നിവിടെ ഒരു സാക്ഷിയെടുപ്പാൻ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ഞാൻ മോനെ ഗർഭിണിയായി 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻറ്റീരിയർ ബ്ലീഡിംഗ് ഉണ്ടായി. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയുണ്ടായി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിന് അംഗവൈകല്യമുണ്ടെന്നും കുഞ്ഞിൻ്റെ രൂപമൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ല ഡോക്ടർ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ബ്രദറിൻ്റെ കൺവെൻഷൻ കാഞ്ഞിരംകുളം സ്റ്റേഡിയത്തിൽ നടക്കുകയാണെന്നറിഞ്ഞു. ഞങ്ങളങ്ങനെ കുടുംബമായി ആ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ കുടുംബത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പെട്ടെന്ന് എനിക്കൊരു മിന്നൽ പോലെ അനുഭവപ്പെട്ടു. അമ്മയ്ക്ക് ഒരു തീഗോളം എൻ്റെ വയറിന്മേൽ പതിക്കുന്നത് പോലെ തോന്നി. അടുത്ത പ്രാവശ്യം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്നും കുഞ്ഞിനെ നല്ല വിധത്തിൽ കാണാമെന്നെല്ലാം ഡോക്ടർ പറഞ്ഞു. ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഒരു സാക്ഷിയായി നിൽക്കാൻ ദൈവം ഞങ്ങളെ ഒരുമിച്ച് കുട്ടിയെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞും ഉണ്ടായില്ല. പലവിധമായ ചികിത്സകൾ നടത്തി, എല്ലാ ഓപ്പറേഷനുകളും പല രീതിയിലും നടത്തി, എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഞങ്ങൾ കുടുംബമായിട്ട് സ്ഥിരമായി പോളിയോ ഹോമിൽ ആരാധനയ്ക്ക് പോകുമായിരുന്നു. ഒരു ദിവസം ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ആ സമയം പുരുഷന്മാരുടെ വശത്തിരിക്കുന്ന ഒരു സഹോദരൻ വിഷമത്തോടുകൂടി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആ സഹോദരന് കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെ എൻ്റെ ഭർത്താവിന് കർത്താവ് തൊടുന്നതായിട്ട് അനുഭവപ്പെടുകയും ആ മാസം തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഒരു മകനെ തന്ന് കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും രണ്ടാമത് ഗർഭിണിയായി 2.5 മാസമായപ്പോൾ ആ കുഞ്ഞിന് യാതൊരു അനക്കവും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബോർഷൻ ചെയ്യുകയുണ്ടായി. 3ാമതും ഞാൻ വീണ്ടും ഗർഭിണിയായി. ആ സമയം 2.5 മാസമായപ്പോൾ സ്കാൻ ചെയ്യാനായിട്ട് പോയി. സ്കാൻ ചെയ്തപ്പോൾ ഒരു ഹാർട്ട് ബീറ്റോ യാതൊരു അനക്കമോ ഒന്നുമില്ല. ഞങ്ങൾ വിഷമം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അബോർഷൻ ചെയ്ത് കളയണം, ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ നിങ്ങൾക്ക് സാധ്യതയില്ല, അതുകൊണ്ട് ഇത് അബോർഷൻ ചെയ്ത് കളയണമെന്ന്. ഞങ്ങൾ വിഷമത്തോടുകൂടി ഞാൻ അന്ന് രാത്രി തന്നെ സിസ്റ്ററിനെ ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പ്രകാരം പറഞ്ഞു, കർത്താവ് അത്ഭുതമായിട്ട് സൗഖ്യം തന്നിരിക്കുന്നു, ജീവൻ തന്നിരിക്കുന്നു, ഈ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ ആഴ്ചയെ തന്നെ ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കാനായിട്ട് പോയപ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, ഈ കുഞ്ഞിന് അനക്കമുണ്ട്, ഹാർട്ട് ബീറ്റ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. കർത്താവ് മാസം തികഞ്ഞപ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ കൂടെ ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ട് തന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച കർത്താവിന് കോടാനുകോടി നന്ദി പറയുന്നു. അടുത്ത എനിക്ക് എൻ്റെ അസുഖം മാറിയതിൻ്റെ സാക്ഷ്യമാണ്. എനിക്ക് ഈ ഇടയ്ക്കായിട്ട് പെട്ടെന്ന് ഒരു വയറുവേദനയും ഛർദിലും അനുഭവപ്പെടുകയുണ്ടായി. ആശുപത്രിയിൽ പോയി നോക്കിയപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 10-14 കല്ല് പിത്തസഞ്ചിയിൽ നിറഞ്ഞിരിക്കുകയാണ്, പിറ്റേന്ന് തന്നെ അഡ്മിറ്റ് ആവണം, ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയണം, ഈ പിത്തസഞ്ചിയോട് കൂടെ തന്നെ അത് കളയണം, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ വളരെ വിഷമത്തോട് ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇനി ഒരു ഓപ്പറേഷന് പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പ്രകാരം പറഞ്ഞു, യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളുടെ അസുഖം കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് കുഞ്ഞിനെ നിവർന്ന് എടുക്കാൻ പോലും സാധിക്കുകയില്ലായിരുന്നു, കുനിഞ്ഞാണ് നടക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കൊണ്ട് വീണ്ടും ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ
യാതൊരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യാതൊരു കുഴപ്പവുമില്ല, ഇപ്പോൾ യാതൊരു മരുന്നോ ഒന്നും കഴിക്കുന്നില്ല. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച കർത്താവിന്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന്, യേശുനാഥന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ദിവസത്തിൽ ഇവിടെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ വലിയവനായി ദൈവം അനുഗ്രഹിച്ച കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 6 വർഷത്തിലധികമായി വിട്ടുമാറാത്ത ഒരു തലവേദന എപ്പോഴും എനിക്കുണ്ടായിരുന്നു. ഈ വേദന വന്നാൽ സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു. ഇത് വരുമ്പോൾ എൻ്റെ മുഖം മുഴുവൻ നീര് വരുന്ന ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾ പല ആശുപത്രിയിലും പോയി പല മരുന്നുകളും കഴിച്ചു. എനിക്കൊരു സൗഖ്യം കിട്ടില്ല. അങ്ങനെ വളരെ ഭാരത്തോടെ ഒരു വ്യാഴാഴ്ച ആരാധനയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ബ്രദർ രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഞാനും കരമുയർത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, രോഗഭാരത്താൽ നിലവിളിക്കുന്ന എല്ലാവരെയും യേശു ഇതാ തൊട്ട് സൗഖ്യം നൽകുന്നു എന്ന്. അപ്പോൾ തന്നെ യേശു എന്നെയും തൊട്ടു. എൻ്റെ തലവേദനയും അതിനാൽ എൻ്റെ മുഖത്ത് വന്നുകൊണ്ടിരുന്ന നീരും യേശു അത്ഭുതകരമായി എടുത്തു മാറ്റി. ഇത്രയും വലിയ സൗഖ്യം നൽകിയ എൻ്റെ യേശുപ്പന് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പുതുവത്സര സുദിനത്തിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ ഞാൻ സ്തുതിച്ചു കൊള്ളട്ടെ. ഈ കൂട്ടായ്മയിൽ കൂടെ അനുദിനം നിരവധി നന്മകൾ എൻ്റെ കുടുംബജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് സാക്ഷീകരിപ്പാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 1996 മുതൽ ഈ കൂട്ടായ്മയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മൂത്ത മകൾ 2ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പനിയുടെ അസുഖത്താൽ പനി കൂടുകയും അതോടൊപ്പം നിലയ്ക്കാത്ത ഛർദിലും കൂടെ പനിയും ഉണ്ടായി. പനി മൂർച്ഛിച്ചു, ക്രമേണ ഫിറ്റ് വന്നു തുടങ്ങി. ആദ്യമായി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അവർ പറഞ്ഞു SITO മറ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ SIT ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കുറേ നാൾ അവിടെ ചികിത്സയിൽ കഴിഞ്ഞു. ഓരോ ദിവസം ചെല്ലുന്തോറും രോഗം മൂർച്ഛിക്കുന്നതല്ലാതെ യാതൊരു വിധമായ മാറ്റവും ഉണ്ടായില്ല. നിരവധി ടെസ്റ്റുകൾ നടത്തി, യാതൊരു ഗുണവും അതുകൊണ്ട് ഉണ്ടായില്ല. ഡോക്ടർമാർക്ക് എന്ത് രോഗമാണെന്ന് പോലും കണ്ടുപിടിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ബോധരഹിതയായി ഏകദേശം 21 ദിവസം SIT ഹോസ്പിറ്റലിൽ കിടന്നു. ഡോക്ടർമാരെല്ലാം കൈവിട്ട അവസ്ഥയിൽ, എന്തും എപ്പോഴും സംഭവിക്കാം എന്ന അവസ്ഥയിൽ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഓക്സിജനിൽ കൂടെ മാത്രം ജീവൻ നിലനിൽക്കുന്ന ദിവസങ്ങളായി എണ്ണി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഡോക്ടർ രോഗം മൂർച്ഛിച്ചു എന്ന് എന്നെ അറിയിച്ചതായിട്ട് എന്നോട് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്ത് ബ്രദർ ആയിട്ട് ബന്ധപ്പെടുകയും ബ്രദർ ആശുപത്രിയിൽ വന്ന് ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതകരമായി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ യേശുക്രിസ്തു യായിറോസിൻ്റെ മകളെ കൈക്ക് പിടിച്ച് എണീപ്പിച്ചതുപോലെ അത്ഭുതകരമായി ആ നിമിഷം മുതൽ വിടുതലുണ്ടായി. ക്രമേണ ആശുപത്രിയിൽ നിന്നും ജനറൽ വാർഡിൽ മാറ്റാതെ IC വാർഡിൽ നിന്നും വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയച്ചു. ഡോക്ടർ പറഞ്ഞു, എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായില്ല ഈ കുട്ടി ജീവിക്കുമെന്ന്. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എന്നിട്ട് കൂടെ പറഞ്ഞു, സാധാരണയായി ഈ രീതിയിൽ വരുന്ന അസുഖങ്ങൾ ഉണ്ടായാൽ എന്തെങ്കിലും അംഗവൈകല്യം അല്ലെങ്കിൽ മന്ദബുദ്ധിയായോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആയിത്തീരും എന്ന്. പക്ഷേ 2ാം സ്റ്റാൻഡേർഡിൽ 1 വർഷം പോലും മുടങ്ങാതെ പഠിക്കുവാനും അതോടൊപ്പം BTech പഠിക്കുവാൻ ഇടയാക്കി. കൂടെ ചേർന്ന പലരും അരിയറുണ്ടായിരുന്നിട്ടും അവൾക്ക് ഈ വർഷം BTech ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടെ പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. ദൈവം എത്ര നല്ലവൻ. രണ്ടാമതായി സാക്ഷി പറയേണ്ടത് എൻ്റെ ഇളയ മോൾക്ക് വേണ്ടിയാണ്. അവൾ SLCക്ക് 95% മാർക്കോടുകൂടെ പാസ്സായി. അതിനുശേഷം +2
93% മാർക്കോടുകൂടെ പാസ്സായി. പക്ഷേ എൻട്രൻസ് പരീക്ഷ എഴുതിയപ്പോൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല. തുടർന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു. അപ്പോഴും ഉദ്ദേശിച്ച രീതിയിൽ വിജയം ഉണ്ടാകുവാൻ സാധിച്ചില്ല. എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ കോളേജിൽ BSc അഡ്മിഷനുമായി ചേർത്ത് തുടർന്ന് അവിടെ പഠിക്കുകയായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു കുടുംബമായിട്ട്. ബ്രദർ ഒരു ദിവസം ഒരു വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മക്കളുടെ അഡ്മിഷൻ നിമിത്തം ഭാരതപ്പെടുന്നവർക്ക് ദൈവം അത്ഭുതകരമായി വഴി കാണിച്ചു കൊടുക്കുന്നുവെന്ന്. അത്ഭുതകരമെന്ന് പറയട്ടെ, അടുത്ത ദിവസം രാവിലെ എന്നെ വിളിച്ച് ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് എൻട്രൻസ് ലിസ്റ്റിൽ പേരുണ്ട്, ചെന്ന് അഡ്മിഷൻ എടുത്തുകൊള്ളുക. അപ്രകാരം അഡ്മിഷൻ എടുത്ത് കാരക്കണം മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് സാക്ഷി പറയാനുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ഭാര്യയ്ക്ക് പ്രൊമോഷനായി ആലപ്പുഴയിൽ പോകേണ്ട സമയത്ത് വളരെയധികം ഇൻഫെക്ഷനാലും അലർജി മൂലവും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയമായിരുന്നു. അങ്ങനെ 10-15 ദിവസം സ്കൂളിൽ പോകാൻ ഒരു നിവൃത്തിയുമില്ലാതെ കഴിയുന്ന ദിവസത്തെ അത് ഒരു വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അലർജി രോഗത്താലും ഇൻഫെക്ഷൻ മൂലവും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, അടുത്ത തിങ്കളാഴ്ച എന്നെ ചെന്ന് ജോയിൻ ചെയ്യുവാൻ ഇടയാക്കി. ഇപ്രകാരം എൻ്റെ കുടുംബജീവിതത്തിൽ നിരവധി നന്മകൾ അനുദിനം നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ ഒന്നുകൂടെ ഞാൻ സ്തുതിച്ചു കൊള്ളട്ടെ. ഞങ്ങൾക്ക് വേണ്ടി കുടുംബമായി പ്രാർത്ഥിക്കുന്ന ബ്രദറിനും സിസ്റ്ററിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് 1000 സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ശരീരമെല്ലാം ചൊറിച്ചിലും ആഹാരമൊന്നും വേണ്ടാതെയിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ലാബിൽ കൊടുത്ത് ബ്ലഡ് പരിശോധിച്ച് നോക്കി. ബ്ലഡ് പരിശോധിച്ചപ്പോൾ 8.6 മഞ്ഞ നോവെന്നറിഞ്ഞു. ഞങ്ങൾ ഒരു നേരത്തെ മരുന്ന് കൊടുത്തു. മരുന്ന് കഴിച്ചിട്ട് അവർ പറഞ്ഞു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലഡ് പരിശോധിക്കണം, കുറവില്ലെങ്കിൽ ഒരിക്കൽ കൂടി മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 10ൻ്റെ അന്ന് ബ്ലഡ് പരിശോധിച്ചു. 10ൻ്റെ അന്ന് പരിശോധിച്ചപ്പോൾ 8.6 എന്നുള്ളത് 16.5 ആയി. ഞങ്ങൾ ഉടനെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ തങ്കരായ ഡോക്ടറെ കാണിച്ചു. തങ്കരായ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ കേട്ട് ഈ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവാണ്. ഇത് കരിയിലല്ല വാരിയിട്ട് പോയിക്കാനുള്ളത്. ഇവരെ ചികിത്സിക്കേണ്ട ഉപകരണങ്ങളൊന്നുമില്ല. വലിയ ഓപ്പറേഷത്തിനുള്ള കരളിലെല്ലാം മഞ്ഞ കാമാല ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ പോയി എക്സ്റേയും ECGയും ബ്ലഡും ഒക്കെ പരിശോധിച്ചു. എക്സ്റേ എടുത്തപ്പോൾ പിത്തസഞ്ചി നിറഞ്ഞു പോയി, ബ്ലഡ് ഓട്ടമില്ല, ശരീരമെല്ലാം മഞ്ഞക്കാമാല, HB അണുബാധയാണ്. അതുകൊണ്ട് അത്ര വളരെ മൂർച്ഛിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. 2 ആഴ്ച വരെ ട്രിപ്പും 3 നേരം വയറിളവാനുള്ള മരുന്നും ട്രിപ്പും മാത്രം കൊടുക്കും. ഒരു ആഹാരമോ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുകയില്ല. അങ്ങനെ ഇരിക്കെ 2 ആഴ്ചയായിട്ട് ഒരു കുറവുമില്ല. 5 ദിവസം ഒരേ പനി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് മുതൽ 5 ദിവസം ഒരു പ്രാവശ്യം പോലും പനി വിട്ട് മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ശരീരമെല്ലാം കറുത്ത് ചൊറിച്ചിൽ അടന്ന് ദേഹമൊക്കെ ഒലിക്കുമായിരുന്നു. നാളിൻ്റെ രൂപങ്ങളെല്ലാം മാറി, സംസാര വിഷയങ്ങളെല്ലാം മാറി. ഇപ്പോൾ വളരെ കൂടുതലായി. ബ്ലഡ് പരിശോധിച്ചപ്പോൾ 8.6 എന്നുള്ളത് അടുത്ത് 16.5 ആയി. പിന്നെ പരിശോധിച്ചപ്പോൾ 30.2 മരണത്തോട് മല്ലടിക്കുന്ന സമയം. ആ സമയം സിസ്റ്ററോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്ററെ, ഒരു ആരാധന പോലും മുടങ്ങാതെ വരുന്ന ഒരു വ്യക്തിയാണ്. ഇത്ര ദിവസം കൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഇന്ന ചികിത്സകൾ ചെയ്തിരിക്കുകയാണ്, ഒരു കുറവുമില്ല. പല മരുന്നുകൾ കഴിച്ചു, പല ടെസ്റ്റുകൾ ചെയ്തു, എന്നിട്ടും ഒന്നിലും ഒരു കുറവുമില്ല എന്ന് പറഞ്ഞു. സിസ്റ്റർ ആ സമയം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ സ്വന്തം മക്കളാണ്, ദൈവം തൊട്ട് സൗഖ്യം തരും എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ശരീരത്തിലുള്ള പനികൾ മാറി, ചൊറിച്ചിൽ മാറി. നേരം വെളുത്തപ്പോൾ ആ ചൊറിച്ചിലൊന്നുമില്ല, പനിയില്ല. 4 സ്കാനിങ് ആ ദിവസം എടുത്തിട്ട് അവർക്ക് ഒരു രോഗവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. 3ൻ്റെ അന്ന് ബ്ലഡ് പരിശോധിച്ചു. 30.2 ബ്ലഡ് 5.6 മാറി.
അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ആശുപത്രിയല്ല, നിങ്ങൾക്ക് ഇതിന്റെ ചികിത്സ അടുത്ത ആശുപത്രിക്കാണ് എന്ന് പറഞ്ഞ് അവര് തുണ്ടെഴുതി ഞങ്ങൾ അടുത്ത ആശുപത്രിക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ തുണ്ട് നോക്കിയിട്ട് ഒന്നും വരികയൊന്നും ചെയ്തില്ല, നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വരികയെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമതും ഭർത്താവിന് തന്നെയാണ് സാക്ഷി പറയുന്നത്, ഒരു വലിയ ഒരു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് സിസ്റ്ററോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേ ദിവസമാണ് അതിന്റെ ചെക്കപ്പ്. ഞങ്ങൾ പോയപ്പോ അവര് പറഞ്ഞു ശരീരം നല്ല ബ്ലഡ് ഉണ്ട്, ഇനി ഓപ്പറേഷത്തിന്റെ ആവശ്യമില്ല, ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ബ്ലഡ് ഒട്ടും നിലയ്ക്കുകയില്ല, അതുകൊണ്ട് ഓപ്പറേഷത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ 32.2 ആയിരുന്നത് 0.9 കുറഞ്ഞു. നോർമലായി നല്ല സുഖമുണ്ട്. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ച പ്രഥമനും സിസ്റ്ററിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി നൽകുന്നു. ജീവിക്കുന്ന നാളത്രയും ഞങ്ങൾ സാക്ഷിയുള്ള മക്കളായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ ബ്രദറിന്റെ വീട്ടിൽ 2-3 പേരായിരുന്ന സമയത്ത് ഞങ്ങൾ ഈ ആരാധനയ്ക്ക് വരാൻ തുടങ്ങിയതാണ്. ഇന്ന് വരെയും ദൈവത്തിന്റെ ഈ ആരാധന മധ്യേ ഞങ്ങളുടെ കുടുംബത്ത് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുവരിക്കണേ. ദൈവത്തിന് നന്ദി, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ചില ബന്ധുക്കൾക്ക് ഉദ്യോഗ ജാമ്യം നൽകിയത് കാരണം വലിയ കടബാധ്യതയിലായി തീർന്നു. ഒരു വ്യക്തിയോട് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് അയാളോട് ബാധ്യത തീർക്കാൻ ആവശ്യപ്പെട്ടിട്ടും അയാൾ അത് കൂട്ടാക്കിയില്ല. അയാൾക്ക് ആ ബാധ്യത തീർക്കാനുള്ള ആസ്തി ഉണ്ടായിരുന്നിട്ടും അയാൾ അത് ചെയ്തില്ല. ഗത്യന്തരമില്ലാതെ എനിക്ക് എൻ്റെ വീടും സ്ഥലവും എല്ലാം വിറ്റ് കടം തീർക്കേണ്ടതായി വന്നു. മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ആ തുക അയാളുടെ വസ്തുവിൽ നിന്ന് ഈടാക്കി കിട്ടാനായി കോടതിയിൽ കേസ് കൊടുത്തു. എന്നാൽ അയാൾ ആ വസ്തു KSFE-യിൽ ജാമ്യം നൽകിയിരുന്നു. 7 വർഷം കേസ് പടഞ്ഞിട്ടും യാതൊരു തീർപ്പും ഉണ്ടായില്ല. KSFE-യുടെ റവന്യൂ റിക്കവറി അധികൃതരും KSFE-യുടെ 6 ബ്രാഞ്ച് മാനേജർമാരും ഗവൺമെന്റ് പ്ലീഡറും എല്ലാവരും എതിർ കക്ഷിയോടൊപ്പം ചേർന്നു. ബഹുമാനപ്പെട്ട കോടതിക്കും എതിർഭാഗത്തോട് അനുകൂല ഭാവമാണുള്ളത് തന്നെ എന്റെ ഭാഗം വാദിക്കുന്ന വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമത്തിലായി. മനോവേദനയോടെ ഞാൻ സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ ഫോണിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം ദൈവാലോചന വെളിപ്പെടുത്തി. കർത്താവ് സകലവും ക്രമീകരിച്ചു തരും, അവസാനം നിങ്ങൾക്ക് ജയം ലഭിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് ഉണ്ടായിരുന്ന ജഡ്ജ് സ്ഥലം മാറി പോവുകയും പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് സ്ഥാനമേൽക്കുകയും ചെയ്തു. അതുപോലെ ഗവൺമെന്റ് പ്ലീഡർ രാജിവെച്ചു പോവുകയും പകരം പുതിയ ഒരാൾ സ്ഥാനമേൽക്കുകയും ചെയ്തു. കേസിന്റെ ഗതി മാറി എനിക്ക് അനുകൂലമായി തീർന്നു. 2011 ഒക്ടോബർ മാസം 2ാം ശനിയാഴ്ച ആരാധന മധ്യേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ബ്രദർ എന്റെ അവസ്ഥ ഇപ്രകാരം വെളിപ്പെടുത്തി. തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് കടബാധ്യതയിലായി കോടതി കേസിലായി എത്തിയിരിക്കുന്ന ഒരു സഹോദരനെ ദൈവം തൊടുന്നത് ഞാൻ കാണുന്നു. വിടുതലിൻ ദിവസം ഇതായി എത്തിയിരിക്കുന്നു, വിടുതലിൻ സമയമായി എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നീട് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുകയാണ് ഉണ്ടായത്. നവംബർ മാസം 14-ാം തീയതി കോടതി അയാളുടെ 30 സെന്റ് സ്ഥലം കോടതി ഒഴിപ്പിച്ച് എന്റെ കൈവശമാക്കി തന്നു. സകലവും ക്രമീകരിച്ചു തന്ന് ജയം നൽകിയ യേശു കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും നന്ദി അർപ്പിക്കുന്നു. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. ஏழை அடிமை இந்த இடத்தில் ஒரு சாட்சியாக நிறுத்தின கர்த்தரை அடிமை மிகவும் நன்றியுள்ள இருதயத்தோடு ஸ்தோத்திரிக்கிறேன். நான் இந்த இடத்தில் சாட்சி சொல்வது என்னுடைய சகோதரருக்காக. என்னுடைய சகோதரர் 2002ஆம் வருடம் செப்டம்பர் மாதம் பயங்கரமான தலைவலியினால் காணப்பட்டார். அநேக மருந்துகள் வாங்கியும் எந்த விதமான பிரயோஜனமும் காணப்படவில்லை. இறுதியாக அதே வருடம் நவம்பர் மாதம் 2வது சனிக்கிழமை இந்த இடத்தில் நடந்த உபவாச ஆராதனையில் நான் வந்து கலந்து கொண்டேன். கூட்டத்தின் இறுதியில் பிரதர் ஜெபிக்கும் போது யாராவது வீடுகளிலோ ஆஸ்பத்திரிகளிலோ வேறு எங்கேயாவது நோயாளிகளை வைத்து விட்டு வந்தீர்கள் என்று சொன்னால் அவர்களுக்காக நான் ஜெபிக்க போகிறேன், நீங்கள் உங்களுடைய வலது கரத்தை உயர்த்துங்கள் என்று சொல்லி ஜெபித்தார்கள்.
ஜெபித்து இறுதியில் சொன்னார்கள், இதில் அநேகர் விடுதலை பெற்று விட்டார்கள் என்று சொன்னார்கள். நான் கூட்டம் முடிந்துவிட்டு என்னுடைய வீட்டிற்கு சென்று பார்த்தபோது வீட்டில் சுகமில்லாமல் இருந்த என்னுடைய சகோதரர் நல்ல விடுதலை பெற்று காணப்பட்டார். இந்த அற்புதத்தை செய்த என் தேவாதி தேவனுக்கு கோடான கோட நன்றியை செலுத்திவிட்டு ஜெபித்த பிரதருக்கும் சிஸ்டருக்கும் நன்றியை கூறி என்னுடைய எளிய സാക്ഷിയെ முடித்துக் കൊള്ളുகிறேன். ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്കും ഈ ആരാധനയിൽ ഒരു സാക്ഷിയെ നിൽക്കുവാൻ ദൈവം അനുവദിച്ചതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ ഒരു ഏജന്റിൻ്റെ കയ്യിൽ കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ ഉടൻ തന്നെ ലോൺ നൽകുമെന്ന് പറഞ്ഞു. അതിനുശേഷം 4 മാസത്തിന് ശേഷം ലോണും തരില്ല, ഡോക്യുമെന്റ്സ് ഇപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മാസങ്ങളായി ഒരിക്കലും ഇയാൾ തരുന്നില്ല, ഇത്ര തന്നെ ചോദിച്ചിട്ടും തരുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലായി. ഞങ്ങൾ വളരെ പ്രയാസത്തോടെ ഒരു ദിവസം സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിൽ സിസ്റ്ററിനോട് ഈ കാര്യം പറഞ്ഞു. ആരാധനയ്ക്ക് ശേഷം സിസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു, യാതൊരു കുഴപ്പവുമില്ലാതെ തന്നെ നിങ്ങളുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും യാതൊരു കുഴപ്പവുമില്ലാതെ എത്രയും പെട്ടെന്ന് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചു തരും. അത് സത്യമായിരുന്നു. ഉടൻ തന്നെ ഞാൻ ഈ കാമ്പൗണ്ട് വിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു, നാളെ തന്നെ നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ മടക്കി തരികയാണ്, നാളെ തന്നെ തരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പിറ്റേ ദിവസം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം യാതൊരു കുഴപ്പവുമില്ലാതെ തന്നെ എൻ്റെ കരങ്ങളിൽ എത്തി. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച വലിയവനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ വരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവിന് 3 ആഴ്ച കൊണ്ട് ഉറക്കമില്ലാതെ ഇരുന്നു, നെഞ്ചുവേദനയായിരുന്നു. ആശുപത്രി കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു ഹാർട്ടിന് കുഴപ്പമാണ്, ഉടനെ മരിച്ചു പോവും, മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഭാരപ്പെട്ടു. അങ്ങനെ ഇരുന്ന് വീട്ടിൽ ഭവനത്തിൽ മടങ്ങി വന്നു. 2 മക്കളെ ഭവനത്തിലാക്കിയിട്ടാണ് പോയത്. മടങ്ങി വന്ന് സിസ്റ്റർ വിളിച്ചു ഫോൺ ചെയ്തു. സിസ്റ്ററിനോട് ഞാൻ വിവരങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ തന്നെ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് ചെയ്യണമെന്ന്. ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടാനക്കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പല ഡോക്ടർമാരുടെയും വൈദ്യന്മാരുടെയും ചികിത്സ ചെയ്തിട്ടും യാതൊരു പ്രയോജനം ഉണ്ടായില്ല. ഞാൻ പ്രെയർ ഹാളിലെ എല്ലാ ആരാധനയിലും മുടങ്ങാതെ പങ്കെടുത്തുകൊണ്ടേയിരുന്നു. 2010 ജൂലൈ മാസം സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ബ്രദർ പ്രസംഗമധ്യേ ഇപ്രകാരം പറയുണ്ടായി, ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് പറയുകയുണ്ടായി. ഞാനും എഴുന്നേറ്റ് നിന്നു. കർത്താവ് അന്ന് തന്നെ എന്നെ തൊട്ടു. ആ മാസം മുതൽ എന്നെ അനുഗ്രഹിച്ചു. 2011 ഏപ്രിൽ മാസം 11-ാം തീയതി ദൈവം എനിക്കൊരു ആൺ തലമുറയെ നൽകി അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. വീണ്ടും വരുന്ന യഹോവയുടെ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം എന്നെ കൃപ ചെയ്തതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു ദിവസം രാത്രി 11 മണിയായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വരികയും അതിന് കിടക്കുവാനോ ഇരിക്കുവാനോ നിൽക്കുവാനോ നടക്കുവാനോ ഒന്നിനും കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ ചെയ്തു. 3-ാം ദിവസം ഞാൻ വീട്ടിലേക്ക് ശകലം സുഖമായപ്പോൾ വീട്ടിലേക്ക് വന്നു. 3-ാം ദിവസം പിന്നെയും ആ അസുഖമുണ്ടായി. എനിക്ക് അതുപോലെ തന്നെ ഇരിക്കുവാനോ നടക്കുവാനോ ഒന്നിനും കഴിയേയില്ല. പിന്നീട് ആഹാരങ്ങൾ കഴിക്കുവാനോ കുറേ ദൂരം നടക്കുവാനോ ശരിക്കൊന്ന് സംസാരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. ഓരോ ദിവസവും രാത്രിയിൽ ഞാൻ എഴുച്ചിരുന്ന് നേരം വെളുപ്പിച്ച ദിവസങ്ങളായിരുന്നു. ഉറക്കമില്ലാതെ ഞാൻ അനേക ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ
ഇവിടെ കടന്നു വന്നു. ബ്രദർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അനേക ആസ്മാരോഹങ്ങളെ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ തന്നെ തൊട്ട് സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു എന്നെ ഇത്രത്തോളം സൗഖ്യം വന്നു. അന്ന് സുഖം തന്ന അന്ന് മുതൽ ഇന്നലെ വരെയും ഞാൻ സുഖമായി ഉറങ്ങുന്നു. ഉറക്കമില്ലാതെ അനേക ദിവസങ്ങൾ കഴിഞ്ഞുകൂടി. അപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കി. അനേക ഇത്രത്തോളം എനിക്ക് സൗഖ്യം തന്ന എന്റെ കർത്താവായ യേശുക്രിസ്തുവിന് നന്ദിയോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച സിസ്റ്ററിനും ബ്രദറിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി യേശുവിന് മഹത്വം. കർത്താവിൻ്റെ അതേ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനിവിടെ സാക്ഷി പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. വളരെ നാളുകളെ കൊണ്ട് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും വളരെയധികം ടെസ്റ്റുകൾ എഴുതുകയും ചെയ്തു. എന്നാൽ പല ടെസ്റ്റുകളും എഴുതി അത് റിട്ടേൺ ടെസ്റ്റ് പാസ്സാവുകയും അടുത്ത ഇൻ്റർവ്യൂ കഴിയുകയും ചെയ്യും. എന്നാൽ ജോലിക്ക് വിളിക്കാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ ഈ വിഷയം വളരെയധികം ഭാരത്തോട് സിസ്റ്ററിനോട് വിളിച്ചു പറയുകയും പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുകയും ചെയ്തു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം ദൈവാലോചന വെളിപ്പെടുത്തി. അപ്പോൾ ഒരു ടെസ്റ്റ് എഴുതി അതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് ജയിച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ ജോലി ലഭിക്കും എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥിച്ച് സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ 2 മാസത്തിനകം ആ ജോലി ലഭിക്കുകയും ആ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. ദൈവമഹത്വം ഉണ്ടാവട്ടെ. ഞാനൊരു സാക്ഷിയായി നിൽപ്പാൻ എൻ്റെ മോന് വേണ്ടിയാണ്. ഞങ്ങൾ കുടുംബത്തോട് പൈസകളൊക്കെ കടം വാങ്ങിച്ചാണ് അവനെ വിദേശത്ത് അയച്ചത്. വിദേശത്ത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവൻ ഒരു കേസിൽ അവൻ്റെ കയ്യിരിപ്പ് മോശത്തിൻ്റെ ഇതിൽ വെച്ച് അവൻ കേസിൽ പ്രതിയായി. അവൻ ജയിലിൽ കിടക്കേണ്ടി വന്ന്. അവിടെ നിന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ സിസ്റ്ററെ വിളിച്ച് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു അത് വിടും, അവനൊരു ദോഷവും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞിട്ട് അവനെ വിടാത്തത് കൊണ്ട് ഞങ്ങൾ വീണ്ടും സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഞങ്ങളെ കൂടെ പറഞ്ഞു അവനൊരു ദോഷവുമില്ല, അവൻ്റെ വിസയ്ക്കോ പാസ്പോർട്ടിനോ വേറെ ഒരു കുഴപ്പവും ഇല്ലാന്ന്. 2 ശനിയാഴ്ച ഞങ്ങളോട് പറയണേ. ബുധനാഴ്ച അതിരാവിലെ ഞങ്ങളോട് അടുത്തുള്ളൊരു വീട്ടിൽ വിളിച്ച് പറയണേ, ഞാൻ ജയിലിൽ നിന്നിറങ്ങി, എനിക്ക് വേറെ ഒരു കുഴപ്പവുമില്ല, ഞാൻ അവിടെ തന്നെ എനിക്ക് ആ കമ്പനിയിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്ത് നാളെ ഞാൻ ജോലിക്ക് ഇറങ്ങും. അപ്പം ഞാൻ കേട്ട് എങ്ങനെ നിന്നെ ഇറക്കിയെന്ന് അപ്പം പറഞ്ഞു ആ അറബി തന്നെ എന്നെ ഇറക്കുകയും അവിടെ കൊണ്ടാക്കിയിട്ട് ഇനി ഒരു തെറ്റ് നീ ചെയ്യരുതെന്നും പറഞ്ഞിട്ട് ഇത്രയും സാക്ഷി എനിക്ക് വേണ്ടി പറഞ്ഞ് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 2011 ഏപ്രിൽ മാസത്തിൽ എനിക്ക് സുഖമില്ലാതായി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധനയ്ക്കായി ഡോക്ടറെ വിധേയപ്പെടുത്തി. ഡോക്ടർ പരിശോധിച്ചിട്ട് പ്രകാരം പറഞ്ഞു ഹെറന്യാണ്, ഓപ്പറേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ സമയം വളരെ ദുഃഖിതനായി വളരെ മനോഭാരത്തോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. വൈകുന്നേരമായപ്പോൾ എൻ്റെ അസുഖം വളരെയധികം കൂടുവാനും വേദനകൾ വർദ്ധിക്കുവാനും തുടങ്ങി. രാത്രി 9 മണിയായപ്പോൾ സിസ്റ്ററിനോട് ഫോണിൽ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. സിസ്റ്റർ 2-3 മൊഴി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കടൻ ബ്രേക്ക് ചെയ്തതുപോലെ എൻ്റെ വേദന ഉടൻ തന്നെ നിൽക്കുകയും 1 നിമിഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ഹെറന്യയുടെ എല്ലാ വിഷയങ്ങളും നോർമലായി ഇരിക്കുന്നതായി കാണുവാനിടയായി. സിസ്റ്റർ പ്രാർത്ഥിച്ച ഉടൻ തന്നെ യേശു എന്നെ തൊട്ട് രോഗത്തെ എടുത്തു മാറ്റി. മാത്രമല്ല ഓപ്പറേഷൻ കൂടാതെ പരിപൂർണ സൗഖ്യം തന്നു, രോഗത്തിന് വിടുതൽ തന്നു, ആയുസ് നീട്ടി തന്ന എൻ്റെ ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം നിർത്തുന്നു. പിതാവായ ദൈവത്തിൻ്റെയും അതിപരിശുദ്ധമായ രക്ഷനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ദൈവം ചെയ്ത നന്മയാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങൾ ഉപജീവനത്തിനായി ഉപയോഗിച്ചിരുന്ന തൊഴിൽ സോഡാജലം നിറച്ച് കടകൾ കൊണ്ട് കൊടുത്ത് അതിൽ കിട്ടുന്ന ലാഭം ഉപയോഗിച്ചായിരുന്നു. സോഡാജലം ഞങ്ങളുടെ വീട്ടിനകത്തുള്ള ഒരു മുറിയിൽ വെച്ചാണ് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്നത്. അവിടെ സ്ഥലം കുറവായതുകൊണ്ട് അതിന് നമ്മൾ പുറത്തേക്കാക്കുന്നതിലേക്ക് വേണ്ടി ഒരു റൂം കെട്ടുകയുണ്ടായി. റൂം കെട്ടിയതിനെ തുടർന്ന് ചില കാരണങ്ങൾ പറഞ്ഞ് അടുത്തുള്ള സ്ത്രീ എൻ്റെ പേരിൽ 7 ഡിപ്പാർട്ട്മെൻറ്റിലും 2 കോടതിയിലും ലോകായുധ കോടതിയിലും ഓംബുഡ്സ്മെൻ കോടതിയിലും കേസ് കൊടുക്കുകയുണ്ടായി. അതിനെ തുടർന്ന്
ഈ കേസ് കൊടുത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം പല വിധത്തിലും വന്ന് ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിപ്പിക്കുകയുണ്ടായി. ആ ബുദ്ധിമുട്ട് സഹിച്ച് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് സെറ്റിലെ ആരാധന ഇവിടെ നമ്മൾ കുടുംബമായിട്ട് വന്ന് പങ്കെടുക്കുമ്പോൾ സിസ്റ്റർ ആത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറയുകയുണ്ടായി, വിൽസൺ 2 കോടതിയിൽ കേസായിരിക്കുന്ന വിൽസൺ, നിങ്ങളുടെ കേസ് നിങ്ങൾക്ക് അനുകൂലമായി വിധി വരാൻ പോകുന്നു. അതേപോലെ അടുത്ത ലോകായുധ കോടതിയിൽ പോകുമ്പോൾ അവിടെ നമുക്ക് അനുകൂലമായി വിധി വരികയും അത് കഴിഞ്ഞ് ഓംബുഡ്സ്മാൻ കോടതിയിൽ പോകുമ്പോൾ അവിടെയും അനുകൂലമായി വിധി വരികയും ഞങ്ങൾക്ക് തടസ്സം ചെയ്തു വച്ചിരുന്ന ലൈസൻസ് പഞ്ചായത്തിൽ നിന്ന് അധികൃതർ തരികയും വീണ്ടും ഈ കഴിഞ്ഞ ജനുവരി മുതൽ തുടർന്ന് നടത്തുവാനുള്ള കൃപ ദൈവം തന്നു. അതുപോലെ 2005 ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നത്. ഈ കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് 3 വർഷക്കാലം തലച്ചുറ്റിൻ്റെ അതിഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഈ കൂട്ടായ്മയിൽ വന്നു തുടങ്ങിയതിന് ശേഷം ഈ തലച്ചുറ്റ് അതിനുശേഷം ഇതുവരെയ്ക്കും എനിക്ക് ഉണ്ടായിട്ടില്ല. ദൈവം ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തതിന് നന്ദി പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. 19 മാസം ബ്ലീഡിംഗ് രോഗത്താൽ എൻ്റെ മകൾ വളരെയധികം ഭാരപ്പെട്ടു. ഞങ്ങൾ 4 ആശുപത്രികളിൽ മാറി മാറി കാണിച്ചു. ഒരു സൗഖ്യം കിട്ടിയില്ല. നാട്ടുമരുന്നുകൾ കൊടുത്തു, അതിലും സൗഖ്യമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വ്യാഴാഴ്ച ഒരു ആരാധനയിൽ കുടുംബമായി പങ്കെടുത്തു. ആരാധന കഴിഞ്ഞതിന് ശേഷം TV പ്രോഗ്രാമിൻ്റെ ഒരു ഫാം ഞങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചു വാങ്ങിച്ചു. അതിൽ മകളുടെ ബ്ലീഡിംഗ് രോഗത്തെ പറ്റി ഞങ്ങൾ എഴുതി. ഞങ്ങൾ മരിക്കുന്ന നാൾ വരയ്ക്കും ഇതിൽ വിശ്വസ്ത പങ്കാളിയായി ചേരുമെന്ന് ഞങ്ങൾ എഴുതി. അന്നു മുതൽ എൻ്റെ ദൈവം എൻ്റെ മകൾക്ക് പരിപൂർണ സൗഖ്യം കൊടുത്തു. എൻ്റെ യേശുവിന് കൊടാനുകൂടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അപേക്ഷയിൽ എഴുതിയതേ ഉള്ളൂ, കർത്താവ് സൗഖ്യമാക്കി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനിവിടെ ഒരു സാക്ഷിയായി നിൽക്കുന്നത് എൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാണ്. എൻ്റെ ആ കുഞ്ഞിനാണെങ്കിൽ പെട്ടെന്ന് ഒരു വയറ്റിളക്കവും ഛർദിലും പനിയും ഉണ്ടായിരുന്നു. അടുത്തുള്ള ഒരു ആശുപത്രി കൊണ്ടുവന്ന് പലപ്പോഴും മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്ന 1 മാസത്തോളം മരുന്ന് വാങ്ങി. എന്തായാലും മരുന്ന് തന്നെ കൂടുതലായി. കൂടുതൽ കുഞ്ഞാണെങ്കിൽ വളരെയധികം ക്ഷീണിച്ച് അവിടെ നിന്ന് ഞങ്ങൾ SIT ആശുപത്രി കൊണ്ടുപോയിരുന്നു. അവിടെ കൊണ്ടുവന്ന് 4 ദിവസം വെച്ചുകൊണ്ടിരുന്നു. ഏതൊരു കുറവും ഉണ്ടായില്ല. ഇവിടെ വെച്ച് കൊടുത്ത മരുന്ന് തന്നെയാണ് അവിടെ ചെന്നപ്പോഴും കൊടുത്തത്. 4 ദിവസമായപ്പോൾ SIT നിന്ന് അവർ തിരിച്ചു വിട്ടു. അപ്പോൾ 104 ഡിഗ്രി പനിയുണ്ടായിരുന്നു കുഞ്ഞിന്. ഞങ്ങൾ വളരെ വിഷമിച്ചു, വളരെയധികം ഭാരപ്പെട്ടു. ഇനി ആശുപത്രി കൊണ്ടുപോയാൽ ഈ കുഞ്ഞിന് സുഖം കിട്ടും എന്ന് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വളരെയധികം തീയോടും കൂടെ അവിടെ നിന്ന് കൊണ്ടിറങ്ങി. എന്നിട്ട് എൻ്റെ മകളാകുന്നെങ്കിലും അവിടെ വെച്ച് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, ഇത്രയും പനിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഞങ്ങൾ വീട്ടിലെങ്ങനെ കൊണ്ടുപോകും? ഡോക്ടർ, ഈ കുഞ്ഞിനെ വച്ചുകൊണ്ടിരിക്കല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞില്ല, ഇതിൽ കൂടിയ മരുന്ന് കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല, നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യില്ല എന്ന് അവർ ഞങ്ങളെ ഉറപ്പിച്ചു. അത്ര തന്നെയായിരുന്നു. ഞങ്ങളെ മനസ്സിൻ്റെ വേദനയോടെ ഭവനത്തെ കൊണ്ടുവന്നിട്ട് സിസ്റ്റർക്ക് ഫോൺ ചെയ്തു. സിസ്റ്റർ ഫോൺ എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രകാരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിങ്ങളെ കുഞ്ഞിനെ ഇതാ യേശു തൊട്ടിരിക്കുന്നു, പൂർണ്ണ സൗഖ്യം എൻ്റെ അപ്പം കൊടുത്തിരിക്കുക, സ്തുതിക്കുന്നു. ആ കുഞ്ഞാണ് ഈ ഇരിക്കുന്നത്. പൂർണ്ണ സൗഖ്യം കൊടുത്ത യേശുപ്പന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബദന സിസ്റ്ററിന് 1000 നന്ദി സ്തുതി അർപ്പിച്ചുകൊണ്ട് ഇതിനോടൊപ്പം ആയുസ്സും ആരോഗ്യം ദൈവമക്കളായിരിക്കുന്ന എൻ്റെ മക്കൾക്ക് നീട്ടിക്കൊടുത്ത് ഇതുപോലുള്ള 1000 വേണ്ടി ഇന്നും ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷി എന്ന് ഞാൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മോന് വേണ്ടിയാണ്. എൻ്റെ മോൻ കഴിഞ്ഞ വർഷം നവംബർ മാസം കാല് സുഖമില്ലാതെ കിടന്നു. അങ്ങനെ ഇരുന്നപ്പോൾ വീട് ചെതലെടുത്തിരുന്നപ്പോൾ മോൻ ചെതൽ തട്ടാൻ വീട്ടിൻ്റെ മുകളിൽ കയറിയപ്പോൾ കഴുക്കോൽ ഒടിഞ്ഞു വീണ് മൂടിടിച്ച് വീണ്. അങ്ങനെ ആശുപത്രിയിൽ എല്ലായിടവും കൊണ്ടുപോയി, ഒരു കുറവും വന്നില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ട് 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ഓപ്പറേഷത്തിന് വിധി എഴുതി. ഞാൻ രാത്രി സിസ്റ്ററിന് ഫോൺ ചെയ്ത് സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ ഇല്ലാതെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന്. ദൈവം ചെയ്ത അത്ഭുതം വീണ്ടും പിറ്റേന്ന് അവർ ഓപ്പറേഷത്തിന് തിയേറ്ററിൽ കൊണ്ടുപോകാനായിട്ട് വന്നു. ഞാൻ ദൈവത്തോട് വിളിച്ച്, ദൈവമേ ഒന്ന് കുഴപ്പമില്ലാതെ ഇരിക്കട്ടെ എന്ന്. അങ്ങനെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു. സിസ്റ്റർ വീണ്ടും 3ന്റെ അന്ന് ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, വെയിറ്റ് ഇട്ട് കിടന്നാൽ മതി, 22 ദിവസം വെയിറ്റ് ഇട്ട് കിടക്കാൻ പറഞ്ഞു. വെയിറ്റ് ഇട്ട് കിടന്നു.
ഈ 22 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് വെയിറ്റിട്ട് അതുപോലെ കിടക്കാൻ പറഞ്ഞു. വന്ന് കിടന്നതിൻ്റെ പിറ്റേ ആഴ്ചയിൽ സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. ആ കാലിൽ വെയിറ്റ് കല്ലെന്നെല്ലാം ഇളക്കി വെച്ചിട്ടു ആ ബാൻഡേജോടെ ഇവിടെ വന്ന് ആരാധനയ്ക്ക് ഇരുന്നു. ആരാധന സമയത്ത് വിളിച്ചു പറഞ്ഞു, ഓപ്പറേഷത്തിന് വിധി എഴുതിയ ഇതാ ഒരു യുവാവിതാവിരിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ദൈവം അവന് നല്ല സുഖം കൊടുക്കുകയും പിറ്റേ ആഴ്ചയിൽ ദൈവം അവൻ ദുബായിൽ പോവുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച യേശുവപ്പന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിൽക്കുന്നു. അടുത്ത സാക്ഷ്യം എൻ്റെ മോക്ക് വേണ്ടിയാണ്. മോള് കഴിഞ്ഞ നവംബർ മാസം 26-ാം തീയതി പ്രസവത്തിന് തൈക്കാട് ആശുപത്രിയിൽ പോയപ്പോൾ പ്രസവ വാർഡിൽ കയറി 3 ദിവസം പ്രസവ മുറിയിൽ നിന്ന് 4ാമത്തെ ദിവസം ആ സമയമായപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വെളിയിൽ ഇറങ്ങിപ്പോയി. ഞാൻ കരഞ്ഞു സിസ്റ്ററിനോട് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം അത്ഭുതം വിടുവിച്ചിരിക്കുന്നു. ആ നിമിഷം തന്നെ അവൾ സുഖമായി പ്രസവിക്കുകയും ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയും. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. ഞാൻ സാക്ഷി പറയുന്ന എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടിയാണ്. ഒക്ടോബർ മാസം 27-ാം തീയതി ന്യൂമോണിയ ബാധിച്ച് SIT ഹോസ്പിറ്റൽ ICUലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, നേരം വെളുത്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ രാത്രി തന്നെ അമ്മ സിസ്റ്ററിനോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ധൈര്യമായിരിക്കും, യേശുവ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പോൾ തന്നെ എൻ്റെ കൊച്ചൻ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുകയും 3 പ്രാവശ്യം വെള്ളം കൊടുക്കുകയും ചെയ്തു. അന്ന് തലേദിവസം രാത്രി ഒരു വെള്ളവും കുടിക്കാത്ത കൊച്ച് 3 പ്രാവശ്യവും വെള്ളം കുടിച്ചു. പിറ്റേന്ന് തന്നെ വാർഡിലാക്കുകയും 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ആകുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷിയിൽ നിന്ന് വിവരിക്കുന്നു. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനൊരു സാക്ഷി അയക്കുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. ദൈവമേ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ആ സമയത്ത് 2 കാലും കുഴഞ്ഞ് നടക്കാൻ നിവർത്തിയില്ലാതെ ഭയങ്കര ഭാരത്തിലായിരുന്നു. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും പറയാണ് ഇടത് കൈയും കുഴഞ്ഞു പോയി, ഇനി ഒരു വിധത്തിൽ നടക്കാനോ ഒന്നിനും നിവർത്തിയില്ല എന്ന് പറഞ്ഞു. പിന്നെ വെളിയിലെല്ലാം പോകുമ്പോൾ കമന്ന് വീഴുകയായിരുന്നു. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ നല്ലവണ്ണം നിർബന്ധിച്ച്, എന്നിട്ട് അവർ ആശുപത്രി വരികയില്ല. അവസാനം ഒരു നിവർത്തിയില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ആശുപത്രിയിൽ വന്ന് വല്ല വിധേനെങ്കിലും ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ച്. അപ്പോൾ അങ്ങേര് കുറച്ച് ഗുളിക എല്ലാം എഴുതി തന്നിട്ട് പറഞ്ഞ് ഇത്രയും ഗുളിക കഴിക്കണം, കഴിച്ചിട്ട് കുറവില്ല എങ്കിൽ വീണ്ടും കൊണ്ടുപോകണം, വലിയ ചെക്കപ്പ് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഗുളിക കഴിച്ച് ഒരാഴ്ചയ്ക്ക് വരെ ഉണ്ടായിരുന്നു. ഗുളിക കഴിച്ച് ഒരു കുറവുമില്ല. ഒരു സെക്കൻഡ് സാറ്റർഡേ തലേ ദിവസം ഗുളിക എല്ലാം തീർന്ന് വീണ്ടും പഴയ ഗതിയായി. എന്നിട്ട് ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ട് ഈ ആരാധനയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന ആരാധനയുടെ മധ്യേ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ്, ഇങ്ങനെ ഒരു രോഗിയെ ഇവിടെ വന്ന് അത് ഇതാ കർത്താവ് തൊട്ടിരിക്കുകയാണ്, നല്ല സൗഖ്യം കൊടുത്തിരിക്കുകയാണ്. ദൈവമേ, എൻ്റെ മനുഷ്യൻ അതോടെ ദൈവം നല്ല സൗഖ്യം കൊടുത്ത്. എന്നിട്ട് ഈ അസുഖമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പലരും വന്ന് കണ്ടിട്ട് പറഞ്ഞ് ഇനി ഈ വീട്ടിനകത്ത് ഇതേപോലെ കുഴഞ്ഞ് കിടക്കേ ഉള്ളൂ, ഒന്നിനും പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന്. എന്നിട്ട് കർത്താവ് ചെയ്ത അത്ഭുതം, ഞങ്ങൾക്ക് വീണ്ടും എൻ്റെ മനുഷ്യനെ ചെറിയ കൂലിപ്പണിയൊക്കെ ചെയ്യാനായിട്ടും എല്ലാത്തിനും അവർക്ക് സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ദൈവം നല്ല സുഖവും ബലവും ആരോഗ്യവും കൊടുത്തിരിക്കണം. അതിനായി ദൈവത്തിനെ ഞാൻ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരികയാണ്. ഞാനിവിടെ പ്രേയറിന് 10ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ പറഞ്ഞതാണ്. എങ്കിലും ഹിന്ദു മതത്തിൽ വിശ്വസിച്ചിരുന്ന് ഇതുവരെ അങ്ങനെയാണ് ജീവിച്ചു വന്നത്. പക്ഷേ എൻ്റെ മക്കൾ വിദ്യാഭ്യാസം കൊണ്ട് അവരുടെ കൂടെ പഠിച്ച കുട്ടികൾ ക്രിസ്ത്യനുമായിട്ടുള്ള സഹവാസം കൊണ്ടും അവർ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിച്ച് വന്നിരുന്നു. പിന്നെ ഞാനൊരു സ്കൂളിലെ അധ്യാപികയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം ചിക്കൻ കുനിയ വന്നപ്പോൾ കൈകാലുകൾ ഇളകാൻ വയ്യാതെ സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ എൻ്റെ അസുഖം മാറി, മരുന്നുകൾ കഴിച്ച് തന്നെ അസുഖം മാറി. പെട്ടെന്ന് എൻ്റെ കയ്യിൽ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് കറുത്ത അടയാളങ്ങൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായി. പക്ഷേ സ്കൂളിൽ പോയി നിന്ന് പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ കൈയെടുത്ത് ഇങ്ങനെ ഉയർത്തുമ്പോൾ കയ്യിലെ കറുത്ത പാടുകൾ കാണുമ്പോൾ കുട്ടികൾ പറയും ടീച്ചറിൻ്റെ കയ്യിൽ നിറയെ അഴുക്കാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ കൈ മാറ്റി വെച്ച്
ഒളിച്ചു വെച്ച് എൻ്റെ വലത് കൈ മാത്രം ഉപയോഗിച്ച് എഴുതുമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഒരു ദിവസം ഞാൻ ചേച്ചിയുടെ മകളോട്, ഞാൻ മലപ്പുറം ജില്ലയിലാണെങ്കിൽ എൻ്റെ സ്വന്തം സ്ഥലം നെടുമങ്ങാടാണ്, ഞാൻ ജോലിയായിട്ട് അവിടെ പോയിട്ട് 21 വർഷമായി. പക്ഷേ എൻ്റെ ചേച്ചിയുടെ മകൾ പറഞ്ഞു, ആൻറ്റി ഇവിടെ ഒരു പ്രയറുണ്ട്, ആൻറ്റി പ്രയറിന് കൂടണമെന്ന്. ഞാൻ ഇവിടെ വന്ന് പ്രയറിന് കൂടിയപ്പോൾ ഇവിടുത്തെ ആചാരങ്ങളോ ഒന്നും എനിക്ക് അറിയില്ല. ഇവിടെ കാണുന്ന പ്രയറിൽ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്കിവിടുത്തെ പ്രാർത്ഥനയും പാട്ടും ഒന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നു. പക്ഷേ എല്ലാവർക്കും ഒപ്പം ഞാനും പ്രയർ ചെയ്തു. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്ക് പ്രയറിനായിട്ട് ഇതിന് സിസ്റ്റർ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നിൽ പോയി പ്രയറിൽ കൂടി. എൻ്റെ കയ്യിലെ വിഷമം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു. സിസ്റ്റർ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ അസുഖം സൗഖ്യപ്പെടുത്തും, ഉടൻ തന്നെ നീ അടുത്ത പ്രയറിന് വരുമ്പം സാക്ഷ്യം പറയാൻ തക്കതായിട്ട് നിൻ്റെ കൈകൾ സുഖപ്പെടുത്തി, ദൈവം തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരാഴ്ച കഴിയുന്നതാ എൻ്റെ കയ്യിലെ കറുത്ത അടയാളം കാണാനില്ല. ഇത് സത്യമാണ്, ഇതിൽ ഒന്നും പറയാനില്ല. എൻ്റെ കയ്യിലെ ഞാൻ യേശു. ഇത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവൾ BSc നഴ്സിംഗ് കഴിഞ്ഞു. അവളുടെ പേര് ശ്രീജ എന്നാണ്. കുട്ടി വന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് കൊടുക്കാത്തത് കൊണ്ടാണ് അവൾ വരാത്തത്. അവൾ 5 വർഷം ബാംഗ്ലൂർ പഠിച്ചു. പക്ഷേ ലോൺ എടുത്താണ് പഠിച്ചത്. 3.5 ലക്ഷം രൂപ ബാങ്ക് ലോണുണ്ട്. കുട്ടി 4.5 വർഷം ബാംഗ്ലൂർ പഠിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഓരോ വർഷവും ക്ലിനിക്കൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ കുട്ടി ബോധം കെട്ട് വീഴും. കുട്ടിക്ക് ഓപ്പറേഷനോ ബ്ലഡോ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ. ഓപ്പറേഷൻ തിയേറ്ററിൽ കുട്ടി കയറുമ്പോൾ തന്നെ ഡോക്ടർ താക്കോല് കൊടുക്കും. ശ്രീജയ്ക്ക് ഇരിക്കാൻ ഒരു കസേരയും. കുട്ടി കയറി കഴിഞ്ഞാൽ ഇതിൽ കയറിയേ പറ്റുള്ളൂ. നിർബന്ധമായിട്ടും പഠിക്കുമ്പോൾ അവർക്ക് ക്ലിനിക്കൽ ഡ്യൂട്ടിക്ക് പോയേ പറ്റൂ. കുട്ടി അവിടെ കയറുമ്പോൾ ബോധം കെട്ട് വീഴുന്നതുകൊണ്ട് സിസ്റ്റർമാർ പഠിപ്പിക്കുന്നവരൊക്കെ പറഞ്ഞു, കുട്ടിക്ക് പറ്റിയ പഠനം ഇതല്ല, കുട്ടി ഇതിന് പഠിക്കാൻ യോഗ്യതയില്ല. ഞാൻ എന്ത് ചെയ്യും? 1-ാം വർഷം കഴിഞ്ഞു. 1-ാം വർഷം 7 പരീക്ഷ എഴുതണം. ഇവൾ പഠിച്ചു. എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികളാണ് ക്ലാസ് റൂമിലുള്ളത്. ഇവൾ മാത്രമേ ഉള്ളൂ മലയാളം മീഡിയം. പക്ഷേ ഡിസ്റ്റിങ്ഷൻ മാർക്കോട് കിട്ടിയത് കൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു കുട്ടി പഠിച്ച് പാസ്സാകുമെന്ന്. പക്ഷേ 1-ാം വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ അവൾ എല്ലാ വിഷയത്തിനും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കൊപ്പം ജയിക്കും. അവൾ ക്രിസ്ത്യാനികളാണ് നമ്മുടെ റൂമിലുള്ള കുട്ടികൾ. അവരെല്ലാവരും പ്രയറിനും ഉപവാസത്തിനും അവളെ കൂട്ടുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തു. അവൾക്ക് 1-ാമത്തെ വർഷം തന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതുപോലെ തന്നെ 2-ാം വർഷം ദൈവത്തിനെ ഞാൻ മഹത്വപ്പെടുത്തി. 2-ാം വർഷത്തെ പരീക്ഷ അവൾ എഴുതി. 2-ാം വർഷത്തെ പരീക്ഷ ക്ലിനിക്കൽ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഇതേ അവസ്ഥയുണ്ടായി. അന്നും സിസ്റ്റർമാർ പറഞ്ഞു, കുട്ടിക്ക് ഈ പഠനം യോജിച്ചതല്ല. എനിക്ക് ഭയങ്കര വിഷമമായി. എല്ലാ വർഷവും ഞാൻ ബാങ്ക് ലോൺ 75,000 രൂപ വീതം വാങ്ങി അയക്കും. എൻ്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഞങ്ങളുടെ ചിലവെല്ലാം ചുരുക്കിയിട്ട് അവൾക്ക് പൈസ അയച്ചു കൊടുക്കും. അവളുടെ പൈസ അങ്ങനെ അവൾക്ക് 3-ാം വർഷവും 4-ാം വർഷവും അവൾ പഠിച്ചു കഴിഞ്ഞു. അവൾ പാസ്സായി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി. ഇപ്പോൾ ദൈവത്തിന് മഹത്വം. ഇപ്പോൾ ആശുപത്രി ഡ്യൂട്ടി ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് 10 വർഷമായി ഒരു വയറുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആശുപത്രിയിലെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർമാർ സ്കാൻ ചെയ്യാൻ എഴുതി തന്ന്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു യൂട്രസിൽ മുഴയാണ്, അത് യൂട്രസ് എടുത്ത് മാറ്റണം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആദ്യം പറഞ്ഞ് പിന്നെ കുറച്ച് ദിവസം ഗുളിക കഴിച്ചാൽ അത് അലിഞ്ഞു പോവും എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നാൾ ഗുളിക കഴിച്ചിട്ട് ഒരു കുറവുമില്ലാതെ വീണ്ടും കൊണ്ട് കാണിച്ചപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യാൻ എഴുതി തന്നു. അപ്പോൾ ഈ സ്കാൻ ചെയ്തപ്പോൾ ആദ്യം 2 മുഴയാണ് കണ്ടത്. വീണ്ടും നോക്കിയപ്പോൾ 2 മുഴ അതിൽ കൂടെ ഉണ്ട്. അങ്ങനെ 4 മുഴയാണ്. അപ്പോൾ യൂട്രസ് എടുത്ത് കളയണമെന്ന് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞത്. അങ്ങനെ ഞാൻ ഒരു സെക്കൻഡ് സാറിൻ്റെ ആരാധനയ്ക്ക് ഇവിടെ വന്ന് ആരാധന കഴിഞ്ഞ് സിസ്റ്റർ വരിയിൽ എല്ലാവരെയും നിർത്തി തല കൈവച്ച് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഞാനും പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള വയറുവേദനയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ആ വയറുവേദന തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ എൻ്റെ വയറുവേദന എല്ലാം എടുത്തു മാറ്റി. ഇതുവരെ എനിക്ക് യൂട്രസ് എടുത്ത് മാറ്റേണ്ട ഗതിയും വന്നില്ല. എനിക്ക് ഇതുവരെ ആ വയറുവേദന അത്രയും അത്ഭുതം പ്രവർത്തിച്ച യേശു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കൂട്ടായ്മയിൽ എനിക്കും ഒരു എളിയ സാക്ഷിയായി നിൽപ്പാനും അതിലുപരി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും ദൈവം നൽകിയ മഹാകൃപയ്ക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഹൈന്ദവ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. ഞങ്ങൾ കടബാധ്യതകളായി തകർന്ന് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു. ആ സമയത്ത് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ ഈ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞു തരികയും അപ്രകാരം ഞങ്ങൾ 2009 ജനുവരി ആദ്യ ഞായറാഴ്ച ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആദ്യ ആരാധനയിൽ തന്നെ ദൈവം
അപ്പോൾ എൻ്റെ ഭർത്താവിനെ തൊട്ട് ആ ഹൃദയത്തിൽ നിന്ന് ആത്മഹത്യ ചിന്തയെ എടുത്തു മാറ്റി. അടുത്തായി സാക്ഷി പറയുന്നത് എൻ്റെ ഭർത്താവിന് തന്നെയാണ്. അദ്ദേഹത്തിന് 5 വർഷമായി ഒരു വയറുവേദനയുടെ അസ്വസ്ഥതയായിരുന്നു. ഒരു ദിവസം പോലും മരുന്ന് മാറ്റിവെക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു ദിവസം സിസ്റ്റർ ആരാധനാമധ്യേ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ രോഗമുള്ള ഭാഗത്ത് കരം പതിക്കുക, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം എൻ്റെ ഭർത്താവും കരം പതിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സമയത്ത് തന്നെ ആ വയറുവേദന പൂർണ്ണ വിടുതൽ കിട്ടി. അതിനുശേഷം ഇന്നേ വരെ ഒരു മരുന്നോ കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇത്രയും അത്ഭുതം ചെയ്ത യേശുപ്പന് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്വം വിരമിക്കുന്നു. ആമേൻ.